സത്യം പറയാലോ, സംഖ്യക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഒരു 8 മുസ്ലിങ്ങൾ അങ്ങ് UP-യിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ വീട്, അവരുടെ നാട് മൊത്തത്തിൽ ബുൾഡോസർ വെച്ച് ഇങ്ങനെ പൊളിക്കാൻ റെഡിയായി നിൽക്കുന്നതിൻ്റെ ഇടക്കാണ് ഒരു തലനാരിഴക്ക്, അതായത് സംഖ്യയ്ക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരൊറ്റ കാരണം കൊണ്ട് രക്ഷപ്പെട്ടു പോയത്. ഏതായാലും നിങ്ങളൊക്കെ അറിഞ്ഞു കാണൂ അല്ലേ, നമ്മളെ UP-യിൽ യോഗി ആദിത്യനാഥിൻ്റെ ഉപ്പിയിൽ നടന്നിട്ടുള്ള സംഭവമാണ്. കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ അല്ലേ, അത് അലിഗഡിൽ UP-ൽ 5 അമ്പലങ്ങളുടെ പുറത്ത് ചുമരിലും അതുപോലെ തന്നെ മതിൽക്കെട്ടിലും ഒക്കെ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചത്. കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട്, അതായത് ഈ ഐ ലവ് മുഹമ്മദ് എന്നുള്ള ഇഷ്യൂ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞ അലിഗഡിലും അല്ലെങ്കിൽ UP-ലെ പല ഭാഗങ്ങളിലും മുംബൈയിലും മഹാരാഷ്ട്രയിലും ഒക്കെ അതൊരു പ്രശ്നമായി നിൽക്കുന്നതാണ്. എന്തിന് നിങ്ങൾ ഐ ലവ് മുഹമ്മദ് എഴുതി? അതൊന്നും എഴുതാൻ പാടില്ല. വേണം ജയ ശ്രീരാമെന്നോ അല്ലെങ്കിൽ എന്താ പശുമ്പാന്നോ ഗോമാതാവ് എന്നൊക്കെ നിങ്ങൾ എഴുതിക്കും, ഒരു പ്രശ്നമില്ല. ഐ ലവ് മുഹമ്മദ് എന്നുള്ള ഏറ്റൊന്നും പാടില്ല. ഓൾറെഡി അവിടെ ആകെ അടിപിടിയായിട്ട് നിൽക്കുന്ന സമയത്ത് 5 അമ്പലങ്ങളുടെ ഒക്കെ ഈ ചുമരിൻ്റെ മുകളിലൊക്കെ ആരാണ് ഈ പരിപാടി കാണിച്ചത്? ഈ ജിഹാദികളെ കൊണ്ടൊക്കെ തലവേദനയാണല്ലോ. ഇവന്മാർ എത്രയും പെട്ടെന്ന് പാകിസ്ഥാനിലോട്ട് കടത്തി വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് അതിലൊരു പരിപാടികൾ ഒപ്പിച്ചു വെക്കുന്നത്. ഏതായാലെങ്കിലും കർണി സേന അത് കണ്ടുപിടിച്ചു. കർണി സേന ഈ എഴുതിയ 8 ആളുകളെയാണ് പിടിച്ചത്. FIR വരെ 8 ആളുകളുടെ പേര് ഞാൻ വായിച്ചിട്ടോ. 8 ആളുകളുടെ പേര്: ഒന്ന് മൗലവി മുസ്തഖീം, മൗലവിയാണ്, ചെറിയ മീനൊന്നുമല്ല മക്കളെ. ഗുൽ മുഹമ്മദ്, സുലൈമാൻ, സോനു, അല്ലാ ബക്ഷ്, ഹസൻ, ഹമീദ്, യൂസഫ്, എല്ലാത്തിനെയും തൂക്കി FIR ഇട്ട് തൂക്കി. അപ്പോഴാണ് ഈ കൂട്ടത്തിലുള്ളവർക്ക് ഒരു കാര്യം പിടികിട്ടിയത്. അല്ല, നമ്മൾ ഐ ലവ് മുഹമ്മദ് ഇങ്ങനെ അല്ലല്ലോ എഴുതാറ്. നമ്മൾ ഐ ലവ് MUHA മീഡിയ എന്നൊക്കെ എഴുതാറുണ്ട്. ഇങ്ങനെ നമ്മൾ എഴുതാറുള്ളൂ. ഇവിടെ എഴുതിയത് എന്താണ്? ഐ ലവ് മുഹമ്മദ്. അപ്പം തന്നെ ഇവർക്ക് കാര്യം പിടികിട്ടി. ഇതേതോ അക്ഷരാഭ്യാസം ഇല്ലാത്ത സംഖ്യയാണ് എഴുതിയെന്നുള്ളത്. സംഖ്യയ്ക്ക് ചാണകം പൊത്താനേ അറിയുള്ളൂ, എഴുതാനുള്ള ആ പരിപാടികളൊന്നും നമ്മുടെ നാട്ടിലാണെങ്കിലും അതിനിപ്പം നോർത്ത് ഇന്ത്യയിലാണെങ്കിലും കണക്കാണ്. അങ്ങനെ ആർക്കോ ഇത് പിടികിട്ടിയപ്പം അവരത് കുറച്ച് വിവരം അല്ലെങ്കിൽ ബോധവും അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, ഒരു ധൈര്യമുള്ള കുറച്ച് ആൾക്കാർ മുന്നോട്ട് വന്ന് അവർ പറഞ്ഞു അവരെഴുതിയതല്ല. അവിടെയൊക്കെ CCTV ഉള്ളതുകൊണ്ട് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ആ എഴുതുന്ന പോലീസുകാരിൽ ഏതോ ഒരുത്തന് ബോധമുള്ളതുകൊണ്ട് അവനത് സമ്മതിച്ചു. അങ്ങനെ ഇവർ CCTV നോക്കുന്ന സമയത്താണ് കണ്ടുപിടിച്ചത് ഇത് എഴുതിയത് ഈ പറഞ്ഞ ഒരു മനുഷ്യന്മാരുമല്ല, 4 വാണ സംഖ്യകളാണെന്ന് മനസ്സിലായി. അത് സംഖ്യകളാണെന്ന് ആ എഴുത്തിൻ്റെ സ്പെല്ലിംഗ് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഇനി അത് ഏത് സംഖ്യകളാണെന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു CCTV ചെക്ക് ചെയ്ത് പോയത്. അങ്ങനെ CCTV ചെക്ക് ചെയ്ത് പോയപ്പോൾ 4 വാണ സംഖ്യകളാണ് ഈ പറഞ്ഞ പരിപാടി ഒപ്പിച്ചു വെച്ചത് എന്ന് മനസ്സിലായി. ആ വാണ സംഖ്യകളുടെ പേരുമുണ്ട്. ഒരുത്തൻ്റെ പേരാണ് ജിഷാന്ത് സിംഗ്, വേറൊന്ന് ആകാശ് സരസ്വത്, ദിലീപ് ശർമ്മ, അഭിഷേക് സരസ്വത്. ആകാശും അഭിഷേകും ഒക്കെ ഏട്ടന്യന്മാരേക്കൊക്കെ സരസ്വതൊക്കെയാണ്. ഏതാണല്ലോ പേരിലൊക്കെ ദൈവമൊക്കെ അങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷേ പ്രവൃത്തിയിൽ ഒരു പരിപാടിയിലും ഇമാതിരി ഉളത്തരങ്ങൾ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കും ഇവന്മാർ. അപ്പം ഈ നാടുണ്ടല്ലോ, പ്രത്യേകിച്ച് അവിടെ ഈ സംഭവം ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്നലെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടേനെ ഇതിൻ്റെ പേരിൽ. എന്തൊക്കെ പരിപാടിയില്ലേ, ക്ഷേത്രത്തിൻ്റെ മേലൊക്കെ അല്ലെങ്കിൽ പ്രതിഷ്ഠൻ്റെ സൈഡിലൊക്കെ പോയിട്ട് മുഹമ്മദ് എന്ന് എഴുതിയ പേരിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കലാപം പൊട്ടി നിൽക്കുന്ന സമയത്താണ് ആരുടെക്കോ, മുസ്ലിങ്ങളെ നിങ്ങളോട് പറയാം, ആരുടെക്കോ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ തോന്നിയതും ഈ ചെയ്തത് വാണസംഖ്യകളായതുകൊണ്ട് അക്ഷരാഭ്യാസം ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾ ഇപ്രാവശ്യം ജസ്റ്റ് എസ്കേപ്പ് ആയിപ്പോയി. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സാധനം പ്രത്യേകിച്ച് UP-യിൽ കിട്ടാൻ കാത്തു നിൽക്കുന്ന ഒരു സർക്കാരും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഊളയും അതിൻ്റെ കൂട്ടത്തിൽ മറ്റു കുറേ വാണ കുഞ്ഞുങ്ങളുള്ള നാടാണ് UP. അവിടെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നിങ്ങളിപ്പോൾ എസ്കേപ്പ് ആയിപ്പോയി. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്, നിങ്ങൾക്ക് കടകളോ ബാക്കി എന്തുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് അടിച്ച് പൊളിച്ചേനെ അല്ലെങ്കിൽ നിരപ്പാക്കിയതിന് നമ്മുടെ ബുൾഡോസർ രാജ വന്നിട്ട് ബുൾഡോസർ വെച്ച് നിരപ്പാക്കിയതിന് ഇപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പല പരിപാടികളും. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങൾ മൊത്തം അത് പച്ചക്ക് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല, അത് ഇവരെന്നല്ല, ഞാനീ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ UP-യിലെ ഓഗ്യം അല്ലെങ്കിൽ മറ്റെല്ലാ സാധനങ്ങളും രാജ്യം ഭരിക്കുന്ന സകല ഐറ്റംസ് ഇതും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്.
രാഷ്ട്രീയവും മറ്റ് വികസനം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇതുപോലത്തെ കുറേ കൊനിഷ്ട് വന്ന് പറഞ്ഞിട്ട് ആളുകളെ തമ്മിലടുപ്പിച്ച് വോട്ടും മേടിച്ചിട്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നത്. ബാക്കിയുള്ളവൻ എന്തായാലും കുഴപ്പമില്ല, ഇവരുടെ കാര്യം ഇങ്ങനെ നോക്കി സുഖമായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുടെ കയ്യിലാണ് നമ്മുടെ നാട് എന്നുള്ളത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തുന്നത്. ഇനി ഇതിലോട്ടൊക്കെ എത്തിക്കാനുള്ള ചില കാരണങ്ങളാണ് പറയുന്നത്. അതായത് ഒരു ഭൂമി തർക്കമാണ് അവിടെ. ഈ പറഞ്ഞ ആളുകളുമായിട്ട് ഈ പ്രതികളിൽപ്പെട്ട ഒരുത്തന് അവിടെ ഒരു ഭൂമി തർക്കമുണ്ട്. അപ്പം ആ ഭൂമി തർക്കം അവൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ആ സ്വത്ത് അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് വിട്ട് കിട്ടാൻ അവൻ കണ്ടുപിടിച്ച ഐഡിയ എടുത്ത്. അതായത് ഇതിലൊരുത്തനെ അല്ലെങ്കിൽ ഇമ്മാതിരി പരിപാടി ചെയ്യുക, ആ ഗ്രൂപ്പിൽ വരുന്ന കംപ്ലീറ്റ് ആൾക്കാരെ പൊക്കി കഴിഞ്ഞാൽ നമ്മുടെ യോഗിജി ഇതും കൊണ്ട് വരും, എന്നിട്ട് അവിടെ മൊത്തം ഇടിച്ചു പൊളിച്ചിട്ട് ആ ഭൂമി സ്വന്തം പേരിലോട്ട് എഴുതിയെടുക്കുക. ഈ കൂർമ്മ ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ ചെറ്റത്തരം ഇവൻ ചെയ്തത്. അപ്പോൾ മനസ്സിലായി, ഇവർക്കൊന്നും ഭക്തിയല്ല, ഇവർക്കൊക്കെ മുസ്ലിമിനോടുള്ള വിരോധവും ദേഷ്യവും, കൂട്ടത്തിൽ ഇമ്മാതിരി കുരുട്ടുകളും ഉള്ളത്. ഇമ്മാതിരി കുരുട്ട് ബുദ്ധിയും വെച്ചിട്ട് അതിന് ഇമ്മാതിരി വർഗീയത കൊണ്ടിട്ടിട്ട് ഇമ്മാതിരി ചെറ്റ പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുക. വല്ലാത്ത ജന്മങ്ങളാട്ടോ, വല്ലാത്ത ജന്മങ്ങളാണ്. ബുദ്ധി കൊടുക്കാത്തതുകൊണ്ട് മാത്രം ഇപ്രാവശ്യം എസ്കേപ്പ് ആയി പോയതാണ്. അതല്ലെങ്കിൽ പെട്ടുപോയതിന് ആൾക്കാർ. ഇനിയിപ്പോൾ അതൊക്കെ വിട്ട് നിങ്ങൾ ഈ ഇന്ത്യയിൽ എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാ കുത്തിത്തിരിപ്പും ഇവന്മാരായിരിക്കും ഏറ്റവും മുമ്പിലുള്ളത്. ഒന്നും വേണ്ട, നമ്മൾ ഈ പാകിസ്ഥാൻ ഈ പഹൽഗാമിൻ്റെ ആ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം എത്ര പാക് ചാരന്മാരെ പൊക്കി. അതിൽ മുസ്ലിങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഈ പൊക്കിയ ചാരന്മാരെ കൂട്ടത്തിൽ നല്ല പച്ച സംഖ്യകളുണ്ട് ആ കൂട്ടത്തിൽ. എന്തിൻ്റെ ബേസിലാന്ന് മനസ്സിലാവുന്നില്ല. ഈ ഫേക്ക് നാഷണലിസ്റ്റ് കാണിക്കുന്ന അല്ലെങ്കിൽ നാഷണലിസം കാണിക്കുന്ന വെറും തെമ്മാടി കൂട്ടങ്ങളാവന്മാർ. അതാണ് ഇവന്മാരെ ചെറുപ്പം മുതൽ ശാഖയിലെ കുറുവടിയും വള്ളി ട്രൗസർ ഇട്ട് നടക്കുന്ന കാലം മുതൽ ഇവന്മാരുടെ മനസ്സിലോട്ട് തള്ളി കൊടുക്കുന്നതാണ്. അതാണ് ഇവന്മാർ പ്രവൃത്തികളിലും വർത്തമാനത്തിലും ഒക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പിണറായി പുഴുത്തു ചാവെന്ന് പറഞ്ഞ പോലത്തെ അമ്മാതിരി ചെറ്റ വർത്തമാനങ്ങൾ പറയാൻ, അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഒന്നിനും ഒരു മടിയില്ല. എല്ലാം നാണം കെട്ട വർഗ്ഗങ്ങളാണ്. അതിൻ്റെ എഫക്റ്റാണ് ഈ കാണിക്കുന്നത്. ഈ നാട് ഇത്രയും കുട്ടിച്ചറാക്കുന്നതും ഈ ചെറ്റകൾ തന്നെ. എന്തിൻ്റെ പേരിലാണെങ്കിലും ന്യൂനപക്ഷത്തിലുള്ള മുസ്ലിങ്ങളെ നിങ്ങളൊന്ന് കരുതിയിരുന്നു, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും കരുതിയിരുന്നു. നിങ്ങൾക്കൊക്കെ എട്ടിൻ്റെ പണി ഈ നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ എന്താ പറയുക, ഈ മുസ്ലിമിനെയും ബാക്കി ന്യൂനപക്ഷങ്ങളെ തമ്മിലടുപ്പിച്ച് അവരെയും കൂടെ അങ്ങ് തമ്മിലടുപ്പിച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ ഇങ്ങനെ തമ്മിലടുപ്പിച്ച് ചാവും. അതാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസം ആരൊരാളുടെ കമൻറ്റോ പോസ്റ്റോ എന്തോ ഞാൻ കണ്ടു. എത്ര സത്യമായിട്ടാണ് എബിൻ വർക്കി പറഞ്ഞൊരു കാര്യം കേട്ടോ. പോസ്റ്റല്ല, പുള്ളിയുടെ പോസ്റ്റ് ഞാൻ കണ്ടത്. അതായത് കൊല്ലാൻ കൊണ്ടുപോണ ആൾക്കാരാണ് ഈ പറഞ്ഞ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. ഈ കൊണ്ടുപോണ ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ ഇരിക്കണം എന്നും പറഞ്ഞിട്ടാണ് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടെ ബസ് നടികൂടും. അതേ അവസ്ഥയാണ് ഇപ്പം നമ്മുടേത്. കൊല്ലാൻ കൊണ്ടുപോയി ഇവന്മാർ നമ്മളെ ഈ പറഞ്ഞ ന്യൂനപക്ഷത്തിന് അടുപ്പിച്ച് കൊല്ലും. ഏതായാലും അവസാനം കൊണ്ട് ഇവന്മാർ കൊല്ലും. അതിൻ്റെ ഇടക്ക് ഈ പറഞ്ഞ ബസ്സിൽ പോണ സമയത്താണെങ്കിലും പരസ്പരം അടുപ്പിച്ച് അവിടെയൊക്കെ കിടക്കട്ടെ നാലെണ്ണം. ഈ ചിന്തയിലാണ് നടക്കുന്നത്. ഇതറിയാത്തത് കൊണ്ടൊന്നുമല്ല, ഇതറിഞ്ഞിട്ട് തന്നെയാണ് ക്രിസംഖ്യം മുസംഖ്യം സംഖ്യയൊക്കെ ഈ കളി കളിപ്പിക്കുന്നതും. ഉള്ള നേരം കൊണ്ട് മാക്സിമം ഊറ്റി കുടിച്ച് കുമ്പ ഉറപ്പിച്ച് നടക്കാന്നുള്ളൊരു ചിന്ത, വേറെ ഒന്നുമല്ലത്. കഷ്ടം, വല്ലാത്തൊരു നാടായിപ്പോയി നമ്മുടേതിപ്പോൾ.